വീട്ടിൽ തന്നെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി പീസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് താമസിപ്പിക്കാതെ നമുക്ക് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുള്ള 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്തത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതാ വേറൊരു ബൗൾ എടുത്തിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് പിസ്സയുടെ മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്തൊരു രീതിയിലുള്ള മാവാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഉള്ളിലേക്ക് മാവാക്കി കൊടുക്കണം, വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനി ഈ ബൗളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച മാവാണ് ഇപ്പോൾ കാണുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിലാണ് നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു കേക്ക് ടിന്നിൽ ഫുള്ളായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ചിങ്ങനെ പതുക്കെ എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. നമ്മൾ ഈ സംഭവം ബേക്കായി വരുന്ന സമയത്ത് ഓവറായിട്ട് ഇങ്ങനെ പൊന്തി വരാണ്ടിരിക്കാനാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പിസ്സ സോസ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം റിച്ച് ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ പിസ്സ സോസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ നോർമലായിട്ട് ചിക്കൻ പൊരിക്കുന്ന പോലെ പൊരിച്ചിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് മേലെയായിട്ട് ഞാനിതാ അമൂലിൻ്റെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം റിച്ച് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ വെജീസും അതിന് മുകളിൽ ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലായിട്ട് കുറച്ചുകൂടെ പിസ്സ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫൈനലായിട്ട് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ്റെയും ചീസിൻ്റെയും അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒന്നും മെഷർമെൻറ്റ് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പിസ്സ ഇവിടെ അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ കടയിൽ പോയാൽ പോലും ഇത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു പിസ്സ കിട്ടൂല. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.